ഗുഡ് മോർണിംഗ് വീക്കിലി ട്രെൻഡ് സെറ്റേഴ്സിലേക്ക് സ്വാഗതം. 7 മാസത്തെ ഏറ്റവും ഉയർന്ന നില തൊട്ടുകൊണ്ട് ബെഞ്ച്മാർക്ക് സൂചിക നിഫ്റ്റി 50 25,000 എന്ന നിർണായക ലെവലും കടന്നു കുതിച്ച വാരമാണ് കടന്നുപോയത്. ഇന്ത്യ പാക് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൽ ഉണ്ടാകുന്ന മയപ്പെടലുകളും അമേരിക്കയുമായുള്ള ട്രേഡ് ഡീലിലെ പുരോഗതിയും നിരക്ക് കുറയ്ക്കൽ പ്രതീക്ഷ, FII ബൈയിങ്, മെച്ചപ്പെട്ട പാദഫലങ്ങൾ എന്നിവയെല്ലാം വിപണിയിൽ ബുൾസിന്റെ ആധിപത്യത്തിന് ശക്തി പകർന്നു. പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ എല്ലാ സൂചികകളും മികച്ച മുന്നേറ്റമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. 4.21% കുതിപ്പാണ് നിഫ്റ്റി 50 സൂചിക നടത്തിയത്. കൂടാതെ 3.28% നേട്ടം ബാങ്ക് നിഫ്റ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. റെക്കോർഡ് കുതിപ്പ് നടത്തിയ റിയൽറ്റി മേഖല വീക്കിലി പെർഫോമൻസിൽ 10.78% തിളക്കമാർന്ന പ്രകടനവും കാഴ്ചവെച്ചു. തൊട്ടുപിന്നാലെ മെറ്റൽ സൂചിക 9.28% നേട്ടം നൽകി. ഒപ്പം മീഡിയ സൂചിക 9%-ലധികവും കുതിച്ചു. ഓട്ടോ, IT സൂചികകൾ 5.5%-ലധികം നേട്ടം പ്രകടമാക്കി. 5.25% നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയും മുന്നിട്ട് നിന്നു. ബ്രോഡർ മാർക്കറ്റിലും ബുൾസിന്റെ തേരോട്ടം പ്രകടമായതോടെ BSE സ്മോൾ ക്യാപ്പ് സൂചിക 9.21%-വും മിഡ് ക്യാപ്പ് 6.87%-വും മുന്നേറി. അനുകൂലമായ CPI, PPI ഡാറ്റകളും ട്രംപിന്റെ പ്രസ്താവനകളുമായിരുന്നു പോയ വാരം അമേരിക്കൻ സൂചികകളുടെ ഗതിയെ നിർണയിച്ചത്. വീക്കിലി ബേസിസിൽ ഡൗ ജോൺസ് സൂചിക 3.41% നേട്ടം റിപ്പോർട്ട് ചെയ്തപ്പോൾ നാസ്ഡാക്ക് 100 6.81% കുതിപ്പാണ് നടത്തിയത്. S&P 500 സൂചികയാകട്ടെ 5.27%-വും നേട്ടം റിപ്പോർട്ട് ചെയ്തു. അടുത്ത വാരത്തിൽ മെയ് 22 വരുന്ന S&P ഗ്ലോബൽ പബ്ലിഷ് ചെയ്യുന്ന നിർമ്മാണ സർവീസ് കോമ്പസൈറ്റ് PMI കണക്കുകളാണ് വിപണി ശ്രദ്ധ ആദ്യം ആകർഷിക്കുക. മെയ് മാസത്തെ ഡാറ്റയാണ് പ്രസിദ്ധീകരിക്കുന്നത്. അന്ന് തന്നെ വരുന്ന എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഡാറ്റ നിക്ഷേപക ശ്രദ്ധ പിടിച്ചുപറ്റിയേക്കാം. US GDPയുടെ 15 മുതൽ 18% വരെ സംഭാവന നൽകുന്നത് റിയൽ എസ്റ്റേറ്റ് മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ സെക്ടറിന്റെ വളർച്ച അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയുടെ ഒരു ഇൻഡിക്കേറ്ററായാണ് വിലയിരുത്തപ്പെടുന്നത്. അന്ന് തന്നെ പതിവ് പോലെ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റയും എത്തും. തുടർന്ന് മെയ് 23 ന്യൂ ഹോം സെയിൽസ്, ബിൽഡിംഗ് പെർമിറ്റ്സ് എന്നീ ഡാറ്റകൾ കൂടി പ്രസിദ്ധീകരിക്കുന്നതോടെ റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ വ്യക്തമായ ചിത്രം വിപണിക്ക് മുന്നിൽ തെളിയും. മികച്ച ഡാറ്റയാണ് വരുന്നതെങ്കിൽ US ശരിയായ ദിശയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന സൂചനയാണ് നൽകുന്നത്. ഇത് വിപണികളെ പോസിറ്റീവായി വന്നേക്കാം. സമ്മിശ്രമായ ഡാറ്റകളായിരുന്നു പോയ വാരം യൂറോപ്യൻ സൂചികകളിൽ സ്വാധീനിച്ചത്. ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥ GDPയിൽ അപ്രതീക്ഷിത മുന്നേറ്റം കൈവരിച്ചപ്പോൾ യൂറോസോണിന്റെ GDP നേരിയ കുറവാണ് റിപ്പോർട്ട് ചെയ്തത്. പ്രതിവാരാടിസ്ഥാനത്തിൽ ഡാക്സ് 1.78% നേട്ടം കൈവരിച്ചപ്പോൾ CAC 40 1.85% മുന്നേറ്റമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. FTSE 100 1.8% നേട്ടവും റിപ്പോർട്ട് ചെയ്തു. മെയ് 19 പ്രസിദ്ധീകരിക്കുന്ന യൂറോസോണിന്റെ CPI ഡാറ്റയോടായിരിക്കും യൂറോപ്യൻ വിപണികൾ ആദ്യം പ്രതികരിക്കുക. തുടർന്ന് മെയ് 20 ജർമ്മനിയുടെ PPI കണക്കുകളും എത്തുന്നുണ്ട്. മെയ് 21 പ്രസിദ്ധീകരിക്കുന്ന ബ്രിട്ടന്റെ CPI കണക്കുകളോടെ മേഖലയുടെ പണപ്പെരുപ്പത്തിന്റെ ഗതി വ്യക്തമാകും. തുടർന്ന് മെയ് 22 ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, യൂറോസോൺ എന്നിവയുടെ S&P ഗ്ലോബൽ പ്രസിദ്ധീകരിക്കുന്ന നിർമ്മാണ സർവീസ് PMI ഡാറ്റകളും ബ്രിട്ടൻ, യൂറോസോൺ എന്നിവയുടെ കോമ്പസൈറ്റ് PMI കണക്കുകളും കൂടി എത്തുന്നതോടെ പ്രധാന സെക്ടറുകളുടെ പ്രകടനം വിലയിരുത്താൻ സാധിക്കും. തുടർന്ന് മെയ് 23 യൂറോപ്പിലെ ഏറ്റവും വലിയ ഇക്കണോമിയായ ജർമ്മനിയുടെ GDP കണക്കുകളും പ്രസിദ്ധീകരിക്കും. GDP കണക്കുകൾ മാറ്റമില്ലാതെ തുടരുമെന്നാണ് അനുമാനം. അന്ന് തന്നെ എത്തുന്ന ബ്രിട്ടന്റെ റീറ്റെയിൽ, കോർ റീറ്റെയിൽ സെയിൽസ് കണക്കുകളും വിപണി ശ്രദ്ധ ആകർഷിച്ചേക്കാം. ഏഷ്യൻ മേഖലയിലേക്ക് വരുമ്പോൾ അടുത്തയാഴ്ച മെയ് 18 പ്രസിദ്ധീകരിക്കുന്ന ചൈനയുടെ വ്യാവസായിക ഉൽപാദന ഡേറ്റയോടും തൊഴിലില്ലായ്മ നിരക്കുകളോടുമായിരിക്കും ആദ്യം വിപണി പ്രതികരിക്കുക. വ്യാവസായിക ഉൽപാദനത്തിൽ നേരിയ കുറവാണ് പ്രതീക്ഷിക്കുന്നത്. തുടർന്ന് 19 പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈനയുടെ ലോൺ പ്രൈം നിരക്കുകളും അറിയാൻ സാധിക്കും. മെയ് 21 ജപ്പാന്റെ സർവീസ് PMI കണക്കുകളും എത്തുന്നുണ്ട്. മെയ് 22 ജപ്പാന്റെ CPI കണക്കുകൾ കൂടി വരുന്നതോടെ മേഖലയുടെ പണപ്പെരുപ്പത്തിന്റെ ഗതി വ്യക്തമാകും. കമോഡിറ്റി മാർക്കറ്റിൽ പോയ വാരം നേട്ടമാണ് കാണാൻ കഴിഞ്ഞത്. ബ്രെന്റ് ക്രൂഡ് വാരാന്ത്യത്തിൽ 1.78% നേട്ടത്തിൽ ബാരലിന് $64.69 വ്യാപാരം അവസാനിപ്പിച്ചത്. സമാനമായി WTI ക്രൂഡ് പ്രതിവാരാടിസ്ഥാനത്തിൽ 2.05% നേട്ടത്തിൽ
ബാരലിന് 61.70 എന്ന നിലയിലും വ്യാപാരം അവസാനിപ്പിച്ചു. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന ഓവർ സപ്ലൈ കൺസേൺസ് ചില ദിനങ്ങളിൽ ക്രൂഡ് വിലയെ താഴോട്ട് നയിച്ചെങ്കിലും US ചൈന സംഘർഷങ്ങൾ മയപ്പെട്ടതാണ് ക്രൂഡ് വിലയെ നേട്ടത്തിൽ ക്ലോസ് ചെയ്യാൻ സഹായിച്ചത്. ടെക്നിക്കൽ സൈഡിൽ ബ്രെന്റ് ക്രൂഡിന്റെ ആദ്യ സപ്പോർട്ട് $63.5 തുടർന്ന് $62.48 വെബ്സൈറ്റിലേക്ക് വരുമ്പോൾ $65.41 റെസിസ്റ്റൻസ്. ഇത് മറികടക്കാൻ സാധിച്ചാൽ $65.56 റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യും. ഫിബനാച്ചി റീട്രേസ്മെന്റ് ലെവലുകൾ അനുസരിച്ച് WTI ക്രൂഡിന്റെ ആദ്യ സപ്പോർട്ട് $60.8 തുടർന്ന് $60.22 സപ്പോർട്ട് പരിഗണിക്കാവുന്നതാണ്. മറുവശത്ത് $62.66 ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഈ ഒരു ലെവൽ മറികടക്കാൻ സാധിച്ചാൽ $63.24 തുടർന്ന് $64.17 ലെവലുകളിലും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. സ്വർണ്ണവിലയിലേക്ക് വന്നാൽ പ്രതിവാരാടിസ്ഥാനത്തിൽ 3.75% ഇടിവിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ട്രോയ് ഔൺസിന് $3201.78 വ്യാപാരം അവസാനിപ്പിച്ചത്. US ഡോളർ കരുത്താർജിച്ചതും കുറഞ്ഞുവരുന്ന ആഗോള പ്രശ്നങ്ങളുമാണ് സേഫ് ഹെവൻ ആയിട്ടുള്ള സ്വർണത്തിന്റെ വിലയിടിവിന്റെ പ്രധാന കാരണങ്ങൾ. ടെക്നിക്കൽ സൈഡിൽ ഗോൾഡിന്റെ ആദ്യ സപ്പോർട്ട് $3154.48 തുടർന്ന് $3071.83 ട്രോയ് ഔൺസിന് $3285.82 ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഈ ഒരു ലെവൽ മറികടക്കാൻ സാധിച്ചാൽ $3334.51 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇന്ത്യൻ രൂപ പ്രതിവാരാടിസ്ഥാനത്തിൽ നേട്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വാരാന്ത്യത്തിൽ 0.23% നേട്ടത്തിൽ $85.55 എന്ന ലെവലിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. 85.74 എന്ന നിലയിലാണ് വരുമാഴ്ചയിൽ രൂപയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഉള്ളത്. തുടർന്ന് 85.93 എന്ന ലെവലും സപ്പോർട്ടായി കണക്കാക്കാം. മറുവശത്ത് 85.32 എന്ന ലെവൽ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഇത് മറികടക്കാൻ സാധിച്ചാൽ 84.9 അടുത്ത റെസിസ്റ്റൻസ് ആയി പരിഗണിക്കാവുന്നതാണ്. തുടർച്ചയായ 4ാം വാരവും വിദേശ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ നെറ്റ് ബൈയിങ് ആണ് നടത്തിയത്. FIIകൾ 15,925.41 കോടിയുടെ നിക്ഷേപവും DIIകൾ 9,557.1 കോടിയുടെ നിക്ഷേപവുമാണ് നടത്തിയിരിക്കുന്നത്. പോയ വാരം CPI WPI കണക്കുകളായിരുന്നു വിപണിയിൽ നിർണായകമായത്. മെയ് 13-നാണ് CPI ഡാറ്റ വന്നത്. ഏപ്രിലിൽ രാജ്യത്തെ റീറ്റെയിൽ പണപ്പെരുപ്പം 6 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്കെത്തി. 2019 ജൂലൈക്ക് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കാണ് ഏപ്രിലിൽ റിപ്പോർട്ട് ചെയ്തത്. ഭക്ഷ്യവസ്തുക്കളുടെ വിലയിലുണ്ടായ ഇടിവ് മൂലം മാർച്ചിൽ 3.34% നിന്ന് റീറ്റെയിൽ പണപ്പെരുപ്പം ഏപ്രിലിൽ 3.16% രേഖപ്പെടുത്തി. തുടർച്ചയായ 3ാം മാസമാണ് പണപ്പെരുപ്പം റിസർവ് ബാങ്കിന്റെ മീഡിയം ടേം ടാർഗറ്റായ 4% താഴെയായി തുടരുന്നത്. തൊട്ടുപിന്നാലെ മെയ് 14-ന് WPI ഇൻഫ്ലേഷൻ കണക്കുകളും എത്തി. ഏപ്രിലിൽ WPI പണപ്പെരുപ്പം 13 മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലായി റിപ്പോർട്ട് ചെയ്തു. ഫുഡ്, ഫ്യൂവൽ, പവർ എന്നിവയുടെ വിലയിലുണ്ടായ ഇടിവിന്റെ പശ്ചാത്തലത്തിൽ പണപ്പെരുപ്പം മാർച്ചിലെ 2.05% നിന്ന് ഏപ്രിലിൽ 0.85% കുറഞ്ഞു. വരുന്ന വാരം മെയ് 22-ന് S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് സർവീസ് PMI ഡാറ്റകൾ പുറത്തുവരും. തൊട്ടുപിന്നാലെ 23-ാം തീയതി ബാങ്ക് ലോൺ, ഡെപ്പോസിറ്റ് ഗ്രോത്ത് കണക്കുകളും അറിയാൻ സാധിക്കും. പതിവ് പോലെ തന്നെ ഫോറക്സ് ഡാറ്റ 23-ാം തീയതി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെയ് 9-ന് അവസാനിച്ച ആഴ്ചയിൽ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം $4.5 ബില്യൺ ഉയർന്ന് 7 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയായ $690.6 ബില്യൺ കോർപ്പറേറ്റ് തലത്തിൽ പ്രധാന കമ്പനികളായ ടാറ്റ സ്റ്റീൽ, ഭാരതി എയർടെൽ, ടാറ്റ മോട്ടോഴ്സ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് എന്നിവയുടെ പാദഫലങ്ങളായിരുന്നു വിപണിയെ സ്വാധീനിച്ചത്. മികച്ച 4ാം പാദഫലമാണ് ടാറ്റ സ്റ്റീൽ രേഖപ്പെടുത്തിയത്. കമ്പനിയുടെ ലാഭം 116.5% ഉയർന്നത്. ഓഹരി ഒന്നിന് ₹3.60 എന്ന നിലയിൽ ലാഭവിഹിതവും കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭാരതി എയർടെലിന്റെ റിസൾട്ട് നിരാശപ്പെടുത്തുന്നതായിരുന്നു. ലാഭത്തിൽ പാദാടിസ്ഥാനത്തിൽ 25.3% ഇടിവാണ് കമ്പനി പുറത്തുവിട്ടത്. വരുമാനം 2.1% നേരിയ ഉയർച്ച മാത്രമേ ഇത്തവണ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ടാറ്റ മോട്ടോഴ്സിന്റെ പാദഫലവും നിരാശാജനകമായിരുന്നു. ലാഭത്തിൽ 51.7% ഇടിവാണ് ഇത്തവണ കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.
എബിഡ മാർജിൻ 60 ബേസിസ് പോയിന്റും എബിഡ 14% കുറഞ്ഞിരിക്കുന്നത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റിൽ 8% ഇടിവും കണ്ടു. കമ്പനിയുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും 7.2% കുറവാണ് കാണാനിടയായത്. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസിന്റെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് ആകട്ടെ 504 കോടി രൂപയായി റിപ്പോർട്ട് ചെയ്തു. വരുമാനം 8,993 കോടി രൂപയായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വരുന്ന വാരത്തിൽ നിർണായകമായ ഒരുപിടി കമ്പനികളുടെ പാദഫലങ്ങളാണ് വിപണി ശ്രദ്ധ ആകർഷിക്കുക. 19-ാം തീയതിയാണ് പവർ ഗ്രിഡ്, ഭാരത് ഇലക്ട്രോണിക്സ്, DLF എന്നീ കമ്പനികളുടെ റിസൾട്ടുകൾ വരാനിരിക്കുന്നത്. പ്രതിരോധ മേഖലയിലെ പ്രമുഖ കമ്പനിയായ ഭാരത് ഇലക്ട്രോണിക്സിന്റെ പാദഫലത്തിൽ മെച്ചപ്പെട്ട അന്തരീക്ഷം കാരണം ശക്തമായ ഓർഡർ ബുക്ക്, മേക്ക് ഇൻ ഇന്ത്യയിലെ പങ്ക് എന്നിവയെല്ലാം മികച്ച നേട്ടം രേഖപ്പെടുത്തുമെന്നാണ് ബ്രോക്കറേജുകൾ അനുമാനിക്കുന്നത്. ബ്രോക്കറേജുകളുടെ ശരാശരി കണക്കനുസരിച്ച് 4-ാം പാദത്തിൽ കമ്പനിയുടെ വരുമാനം വാർഷികാടിസ്ഥാനത്തിൽ 4.3% വർദ്ധിക്കുമെന്നും അറ്റാദായം 0.9% വർദ്ധിക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ 71,700 കോടിയുടെ ശക്തമായ ഓർഡർ ബുക്ക് വരുമാന സാധ്യതയാണ് മുന്നോട്ട് വെക്കുന്നത്. 20-ാം തീയതി റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്ന കമ്പനികളിൽ പ്രമുഖർ ഹിൻഡാൽകോ, സോളാർ ഇൻഡസ്ട്രീസ് ഇന്ത്യ, ടോറൻ ഫാർമസ്യൂട്ടിക്കൽസ്, ഡിക്സൺ ടെക്നോളജീസ്, സൈഡസ് ലൈഫ് സയൻസ്, NHPC, ഗ്ലാൻഡ് ഫാർമ എന്നീ കമ്പനികളാണ്. ഹിൻഡാൽകോയുടെ കൺസോളിഡേറ്റഡ് റവന്യൂ പ്രതിവർഷം 12% വർദ്ധിക്കാനിടയുണ്ട്. ഉയർന്ന അലുമിനിയം വിലയാണ് ഇതിന് കാരണമാകുന്നത്. എബിഡ പ്രതിവർഷം 17% വർധനവ് രേഖപ്പെടുത്തിയേക്കാമെന്നാണ് ആക്സിസ് സെക്യൂരിറ്റീസ് പറയുന്നത്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ അടിസ്ഥാനത്തിൽ കയറ്റുമതി 5.6% വർദ്ധിക്കുമെന്നും അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 21-ാം തീയതി പാദഫലങ്ങളുമായി എത്തുന്ന പ്രധാന കമ്പനികൾ ONGC, പവർ ഫിനാൻസ് കോർപ്പറേഷൻ, റെയിൽ വികാസ് നിഗം, കോൾഗേറ്റ് പാമോലിവ്, നാഷണൽ അലുമിനിയം കമ്പനി, ഇർകോൺ ഇന്റർനാഷണൽ എന്നിവയാണ്. മോത്തിലാൽ ഓസ്വാളിന്റെ വിലയിരുത്തൽ അനുസരിച്ച് ഉൽപാദനം കുറഞ്ഞതിനാൽ 4-ാം പാദത്തിൽ ONGCയുടെ സെയിൽസ് 4% മുതൽ 8% വരെ കുറയുമെന്നാണ് കരുതുന്നത്. 2025 സാമ്പത്തിക വർഷത്തിന്റെ 4-ാം പാദത്തിൽ ONGCയുടെ നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 8,250 കോടി രൂപ രേഖപ്പെടുത്തുമെന്നും ബ്രോക്കറേജ് പ്രതീക്ഷിക്കുന്നുണ്ട്. 22-ന് റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്ന കമ്പനികൾ ITC, ഗ്രാസിം ഇൻഡസ്ട്രീസ്, കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നിവയാണ്. ITCയുടെ സമീപകാല പാദങ്ങളിൽ ഉണ്ടായിട്ടുള്ള മോഡറേറ്റ് ആയിട്ടുള്ള ലാഭ വളർച്ച കണക്കിലെടുക്കുമ്പോൾ നിക്ഷേപകർ 4-ാം പാദ വരുമാനത്തിനായി വലിയ രീതിയിൽ ഉറ്റുനോക്കുന്നുണ്ട്. 23-ന് റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്ന കമ്പനികൾ JSW സ്റ്റീൽ, അശോക് ലൈലൻഡ്, ഗ്ലെൻമാർക്ക് ഫാർമ എന്നിവയാണ്. വാർഷികാടിസ്ഥാനത്തിൽ വരുമാനത്തിൽ 8 മുതൽ 10%, എബിഡയിൽ 10 മുതൽ 15% ഉയർച്ചയാണ് ഗ്ലെൻമാർക്ക് ഫാർമ ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. മെയ് 15-ലെ വളരെ സ്ട്രോങ് ആയ ബുള്ളിഷ് മൂവിന് ശേഷം ഒരു റേഞ്ച് ബൗണ്ട് ട്രേഡിംഗ് ആണ് വെള്ളിയാഴ്ച മാർക്കറ്റിൽ കാണാൻ സാധിച്ചത്. ഡെയിലി ബേസിസിൽ നിഫ്റ്റി 50 സൂചിക 0.17% ഇടിവ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. എങ്കിലും RSI, MACD പോലുള്ള മൊമെന്റം ഇൻഡിക്കേറ്ററുകളിൽ പോസിറ്റീവ് ക്രോസ് ഓവർ ഉണ്ടായതും സൂചിക മേജർ മൂവിംഗ് ആവറേജുകളുടെ മുകളിൽ ട്രേഡ് ചെയ്യുന്നതും ഒരു ബുള്ളിഷ് സിഗ്നൽ ആണെന്നാണ് വിദഗ്ധർ പറയുന്നത്. HDFC സെക്യൂരിറ്റീസിലെ അനലിസ്റ്റ് നാഗരാജ് ഷെട്ടി പറയുന്നത് നിഫ്റ്റിയുടെ ബുള്ളിഷ് ട്രെൻഡ് ഇൻടാക്ട് ആണെന്നാണ്. അതായത് സൂചിക നിലവിൽ ഒരു ബ്രീത്തിംഗ് മോഡിലാണെന്നും തിരിച്ച് ഒരു അപ് മൂവ് ഉണ്ടായേക്കാമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. വരും സെഷനുകളിൽ 25,250 മുതൽ 25,500 നിഫ്റ്റിയുടെ കീ റെസിസ്റ്റൻസ് ആയും ഡൗൺ സൈഡിൽ 24,800 സപ്പോർട്ടായി പരിഗണിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മറ്റ് മാർക്കറ്റുകളെ അപേക്ഷിച്ച് ഇന്ത്യൻ മാർക്കറ്റ് വളരെ റെസിലിയന്റ് ആണെന്നാണ് SBI സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ച വരെ പല കാരണങ്ങളാൽ ഗ്ലോബൽ ലെവലിൽ ആശങ്കയുണ്ടായിട്ടും ഇന്ത്യൻ മാർക്കറ്റ് ഒരാഴ്ച കൊണ്ട് 4% നേട്ടമാണ് നിക്ഷേപകർക്ക് നൽകിയത്. പോസിറ്റീവായ ഭൗമരാഷ്ട്രീയ സൂചനകൾ, ഒപ്റ്റിമിസ്റ്റിക് ആയ എക്കണോമിക് ഡാറ്റകൾ, ശക്തമായ കോർപ്പറേറ്റ് ഡെവലപ്മെന്റ്സ് എന്നിവയുടെ കോമ്പിനേഷൻ ഇതിന് പിന്തുണ നൽകി. ഈ ഘടകങ്ങൾ ഒരുമിച്ച് നിക്ഷേപകരുടെ സെന്റിമെന്റ് മാറ്റിമറിക്കുക മാത്രമല്ല, സിസ്റ്റത്തിൽ കോൺഫിഡൻസ് വർദ്ധിപ്പിച്ചുവെന്നും അവർ പറഞ്ഞുവെക്കുന്നു. ടെക്നിക്കൽ സൈഡ് നോക്കുമ്പോൾ നിലവിലെ ബുള്ളിഷ് മൊമെന്റം അടുത്ത ആഴ്ചയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തേക്കാമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ 25,300 റെസിസ്റ്റൻസ് ആയും ഒരു ഇമ്മീഡിയറ്റ് ഡിക്ലൈൻ ഉണ്ടായാൽ 24,750 മുതൽ 24,700 സപ്പോർട്ടായി പരിഗണിക്കാമെന്നും അവർ കൂട്ടിച്ചേർത്തു. അതേസമയം ബാങ്ക് നിഫ്റ്റി ആഴ്ചയിലെ അവസാന ദിനം ഒരു ഫ്ലാറ്റ് നോട്ടിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്.
ഒപ്പം സൂചിക ഇപ്പോഴും ഡെയിലി വീക്ക്ലി ടൈം ഫ്രെയിമുകളിൽ കൺസോളിഡേഷൻ ഫേസ് ചെയ്യുന്നുവെന്നാണ് ലക്ഷ്മിശ്രീ ഇൻവെസ്റ്റ്മെന്റ് റിസർച്ച് ഹെഡായ അൻഷുൽ ജെയിൻ പറയുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു അപ്മൂവ് ഉണ്ടാകണമെങ്കിൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയ 55,500 മുതൽ 55,900 സോൺ മറികടക്കണമെന്നും ഡൗൺ സൈഡിൽ 55,000 മുതൽ 54,800 സപ്പോർട്ടായി കൺസിഡർ ചെയ്യാമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. വിപണിയിൽ അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനാൽ 25,000 എന്ന ലെവൽ നിലനിർത്തിക്കൊണ്ട് തന്നെ നിഫ്റ്റി മുന്നേറാനാണ് സാധ്യത. പ്രധാന റെസിസ്റ്റൻസ് ലെവലുകൾ മറികടക്കാനായാൽ വീണ്ടും ഒരു സർവകാല ഉയരത്തിലേക്ക് വിപണി കുതിച്ചേക്കാം. മാർക്കറ്റിന്റെ കൂടുതൽ അനാലിസിസും എക്സ്പേർട്ട് ഒപ്പീനിയനും ഒക്കെയായിട്ട് തിങ്കളാഴ്ച രാവിലെ 8:30 മാർക്കറ്റ് പ്ലസിൽ കാണാം. നന്ദി, നമസ്കാരം.